ഒരിക്കൽ ഒരു ഭിക്ഷക്കാരൻ ഒരു പാത്രം നിറയെ പെൻസിലുകളുമായി ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു. ഒരു ചെറുപ്പക്കാരനായ ബിസിനസ്സുകാരൻ അതുവഴി കടന്നുപോയപ്പോ ഭിക്ഷക്കാരന്റെ പാത്രത്തിലേക്ക് 100 രൂപ വലിച്ചെറിഞ്ഞു. പെൻസിലുകൾ ഒന്നും എടുത്തില്ല. അല്പം മുന്നോട്ട് പോയതിനു ശേഷം ആ ബിസിനസ്സുകാരൻ തിരിച്ചു വന്ന് കുറച്ച് പെൻസിലുകൾ എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെ വില ഞാൻ തന്ന 100 രൂപയ്ക്ക് ന്യായമായെന്ന് കരുതുന്നു. ഏതായാലും ഞാനും നിങ്ങളും ഓരോ തരത്തിൽ ബിസിനസ്സുകാരാണല്ലോ. ഇതും പറഞ്ഞ് അയാൾ ആ ട്രെയിനിലേക്ക് കയറി യാത്ര പുറപ്പെട്ടു. 5-6 മാസങ്ങൾക്ക് ശേഷം ആ യുവ ബിസിനസ്സുകാരൻ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ടെത്തി. ഒരു ബിസിനസ് മീറ്റിംഗ്. കോട്ടും ടൈയും ധരിച്ച് നല്ല സുമുഖനായി അന്നത്തെ ആ പഴയ ഭിക്ഷക്കാരനും ആ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിട്ടുണ്ട്. യുവ ബിസിനസ്സുകാരനെ തിരിച്ചറിഞ്ഞ അയാൾ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരുപക്ഷെ എന്നെ ഓർക്കുന്നുണ്ടാവില്ല, എന്നാൽ നിങ്ങളെ എനിക്കറിയാം. എന്നിട്ട് 6 മാസം മുമ്പത്തെ ആ സംഭവം വിവരിച്ചു. ഇത് കേട്ട് ബിസിനസ്സുകാരൻ പറഞ്ഞു, അതെ, ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. അന്ന് നിങ്ങൾ ഭിക്ഷ യാചിക്കുകയായിരുന്നില്ലേ? ഇപ്പോൾ ഇവിടെ കോട്ടും ടൈയും ഒക്കെ ധരിച്ച്. അപ്പോൾ അയാൾ പറഞ്ഞു, ആ സംഭവം എന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. ഭിക്ഷ തരുന്നതിന് പകരം നിങ്ങൾ പെൻസിലിന്റെ വില പറഞ്ഞു. ഞാനും നിങ്ങളും ഓരോ തരത്തിൽ ബിസിനസ്സുകാരാണെന്നും പറഞ്ഞു. എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു വാചകമായിരുന്നു അത്. ബിസിനസ്സുകാരൻ എന്ന് ആദ്യമായാണ് ഒരാൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. അതെന്റെ ആത്മവിശ്വാസത്തെ ഉണർത്തി. ഭിക്ഷാടനം ഉപേക്ഷിച്ച് അല്പം പരിശ്രമത്തിനൊടുവിൽ ഞാനൊരു ബിസിനസ് തുടങ്ങി. ഇന്നിപ്പോൾ നിങ്ങൾക്കൊപ്പം ഈ പരിപാടിയിൽ എത്തി നിൽക്കുന്നു. എന്റെ മാന്യത തിരിച്ചു തന്നതിന് നന്ദി. ആ വാചകമാണ് പ്രധാനം. എന്റെ മാന്യത തിരിച്ചു തന്നതിന് നന്ദി. മറ്റുള്ളവരുടെ ആത്മാഭിമാനം തൊട്ടുണർത്താനായാൽ നിങ്ങൾക്ക് മനുഷ്യരിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം അയാളിൽ പ്രചോദനവും പ്രേരക ശക്തിയുമായി തീരുക എന്നതാണ്.